Welcome to Cooking It Simple. ഞാൻ ജെസി. ഇന്ന് എത്തിയിട്ടുള്ളത് മോൾഡും ഓവണും ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പേപ്പർ കപ്പിലാണ്. അതും നമ്മൾ കുക്കറിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവണൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാവുന്ന നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വെറും 15 മിനിറ്റ് മാത്രം മതി. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഇത് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് പാല്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ്, ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വയർ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടെടുക്കുന്നത്. വയർ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. പഞ്ചസാര ഒന്ന് അലിയുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ടെടുക്കാം. ഒരു അരിപ്പയിലൂടെ 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 2 നുള്ളു ഉപ്പ്. ഇത്രയും ചേരുവകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. മുട്ട പതിപ്പിക്കുക കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് മിക്സ് ചെയ്യുക, ഈസി ആയിട്ട് അടുപ്പത്ത് വെക്കുക, ഉണ്ടാക്കിയിട്ട് എടുക്കുക. അത്രയുള്ള പരിപാടി. ആദ്യം ഞാനിത് അരിപ്പയിലൂടെ അരിച്ചിട്ട് പകുതി പോർഷനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ബീറ്റ് ചെയ്യൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് അരിപ്പയിലൂടെ തന്നെ അരിച്ചിട്ടിടുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിൽ അവിടെ ഇവിടെ കടിക്കും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറിലുള്ള കട്ടയൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി കിട്ടും. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കറക്കിയിട്ട് മാത്രം മിക്സ് ചെയ്യുക, വിപ്പ് ചെയ്യരുത് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഏകദേശം കാണാനായിട്ട് ഇതുപോലെ ഇരിക്കും. ഈ ഒരു തിക്നെസ് ബാറ്ററിന് ഉണ്ടാവണം. ഒരുപാട് സോഫ്റ്റ് ആവരുത്, ഒരുപാട് റണ്ണി ആവരുത്. ഇനി ഞാൻ ഇതിനായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ പേപ്പർ ഗ്ലാസ് ആണ്. പേപ്പർ ഗ്ലാസ് നിങ്ങൾക്ക് 2 വലുപ്പത്തിൽ കിട്ടും. വലിയ ഗ്ലാസ് ആയിട്ടും കിട്ടും, ചെറിയ കാവ കപ്പ് പോലത്തെ അങ്ങനത്തെ കോഫി മഗ്ഗായിട്ട് അങ്ങനെയും കിട്ടും. അപ്പം വലിയ ഗ്ലാസ്സിൽ വേണമെങ്കിൽ വലിയ ഗ്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ കുക്കിംഗ് ടൈം കൂടുതലാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വലിയ കപ്പ് കേക്ക് ആയിരിക്കും. ഞാനിപ്പോൾ ചെറിയ ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. നമ്മൾ കാവയൊക്കെ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ്സാണ്. അങ്ങനത്തെ 8 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 8 ഗ്ലാസ്സിലേക്കുള്ള കപ്പ് കേക്ക് ഉണ്ടാവും. ബാറ്റർ ഗ്ലാസിൻ്റെ ഒരു 2/3 പോർഷൻ വരെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. അതായത് ഗ്ലാസിൻ്റെ 3/2 ഭാഗത്ത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. സ്പൂൺ കൊണ്ട് ഫില്ല് ചെയ്യാം. സ്പൂൺ കൊണ്ട് ഫില്ല് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണി പെട്ടെന്ന് കഴിയും. അങ്ങനെ അവിടെ ഇവിടെ ഒന്നും ആവില്ല. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഉള്ളവർ ഈ രീതിക്ക് ചെയ്ത് നോക്കുക. ഞാൻ അടുപ്പത്ത് അലൂമിനിയം കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പുകൾ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം താഴ്ത്തിയിട്ട് വെക്കുക. അലൂമിനിയം കുക്കർ തന്നെ എടുക്കണം, സ്റ്റീലിൻ്റെ കുക്കർ എടുക്കരുത്. സ്റ്റീലിൻ്റെ കുക്കർ എടുത്തു കഴിഞ്ഞാൽ അടി കാഞ്ഞു പോകും. അലൂമിനിയം കുക്കറാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. കാരണം നമുക്ക് 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമേ ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നുള്ളൂ. ഇതിനകത്ത് വേറെ നെറ്റ് വെക്കുകയോ അതുപോലെ ഉപ്പിടുകയോ അങ്ങനെ ഒന്നും ചെയ്യണ്ട. എളുപ്പത്തിൽ തന്നെ നമ്മുടെ കപ്പ് കേക്ക് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ എല്ലാ കപ്പ് കേക്കിൻ്റെ മോൾഡും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചിട്ടെടുക്കാം. അടച്ച് വെക്കുന്ന സമയത്ത് കുക്കറിൻ്റെ എല്ലാവരും ചോദിക്കാറുണ്ട്, കുക്കറിൻ്റെ ടയർ അതായത് ഗ്യാസ് കട്ട് ഊരണോ, കുക്കറിൻ്റെ വെയിറ്റ് ഊരണം എന്നൊക്കെ. കുക്കറിൻ്റെ ഗ്യാസ് കട്ട് നിങ്ങൾ ഊരേണ്ട ആവശ്യമില്ല. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. വാഷറാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ കുക്കറിൻ്റെ വെയിറ്റ് ഊരണം. അതായത് നമ്മൾ വിസിൽ വരുന്ന ഭാഗമുണ്ടല്ലോ, അത് ഊരി വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 14 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയപ്പം നമ്മുടെ കപ്പ് കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പേക്ക് എടുത്ത് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കായി എന്നാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളല്ലേ. കപ്പ് കേക്ക് ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഞാൻ ഒരെണ്ണം ഒന്ന് തുറന്ന് കാണിച്ചു തരാം. തുറക്കുന്ന മുന്നേ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സൈഡിൽ നിന്ന് ലൂസാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് പേപ്പർ കപ്പല്ലേ വലിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കീറിയിട്ട് വരും. കീറിയിട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചെറിയ ചൂടോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ പെട്ടെന്ന് എടുക്കണം എന്നുള്ളതുകൊണ്ട്
നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.